നവവധുവിനെതിരായ പീഡനത്തിൽ ഭർത്താവിനെതിരെ കേസ്. കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശി രാഹുലിനെതിരെ കേസെടുത്തു. ഒരാഴ്ച മുൻപാണ് രാഹുലും എറണാകുളം സ്വദേശിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. വിവരങ്ങളുമായി ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, എന്തായിരുന്നു സംഭവം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, 5-ാം തീയതിയായിരുന്നു എറണാകുളം സ്വദേശിയുടെയും കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി രാഹുലിന്റെയും വിവാഹം നടന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള സൽക്കാരം ഇന്നലെ വൈകിട്ട് വരന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു, പന്തീരങ്കാവിലുള്ള വരന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സൽക്കാരം നടന്നത്. ആ സൽക്കാരത്തിൽ വധുവിന്റെ എറണാകുളത്തുള്ള ബന്ധുക്കൾ വന്നിരുന്നു. ഈ ബന്ധുക്കൾ വന്ന സമയത്ത് തന്നെ വധുവിന്റെ സ്വഭാവത്തിൽ ചില സങ്കടകരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ വധുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വധുവിന്റെ ശരീരത്തിൽ ചില മുറിപ്പാടുകളും മർദ്ദനമേറ്റ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ബന്ധുക്കൾ യുവതിയോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റതായിട്ടുള്ള കാര്യങ്ങൾ ഈ യുവതി ബന്ധുക്കളോട് പരാതിപ്പെടുന്നത്. തുടർന്ന് ബന്ധുക്കളുടെ നേതൃത്വത്തിലായിരുന്നു പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെയാണ് പരാതി നൽകിയത്. തുടർന്ന് രാഹുൽ പന്തീരങ്കാവ് സ്വദേശിയായ രാഹുലിനെതിരെ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ രാഹുലിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഈ പരാതി നൽകിയതിനെ തുടർന്ന് യുവതിയെ കൂട്ടിയിട്ടാണ് യുവതിയുടെ ബന്ധുക്കൾ നാട്ടിലേക്ക് മടങ്ങിയത്. ബന്ധം തുടരാൻ താല്പര്യമില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ബന്ധുക്കളും യുവതിയും എറണാകുളത്തേക്ക് മടങ്ങിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും രാഹുലിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പന്തീരങ്കാവ് പോലീസ്. അത് ഇന്നു തന്നെ ഉണ്ടാകുമെന്നാണ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ആതിര, ശരി. നവവധുവിനെതിരായ പീഡനത്തിൽ ഭർത്താവിനെതിരെ കേസെടുത്തു. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി രാഹുലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒരാഴ്ച മുൻപാണ് രാഹുലും എറണാകുളം സ്വദേശിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ.